ഭയങ്കരമാണ്. കാര്യം നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ABCD അറിയാതെ അഭിനയിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു ആക്ടിങ് കോഴ്സോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നാടകമോ അങ്ങനെ ഒന്നും ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വെറുതെ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ മാത്രം വന്ന് അഭിനയിച്ച ഒരു വ്യക്തിയാണ്. അതിൻ്റെതായ കുറവുകൾ അതിലുണ്ടാവും, ഉറപ്പായും ഉണ്ടാവും. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അഭിനയിക്കുന്ന ഈ ഒരു ഷോർട്ട് ഫിലിം തന്നെ ഒരു 10-20 ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്ത ഒരു വ്യക്തിയുടെ കീഴിൽ തന്നെ അഭിനയിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു. ഒരുപാട് തരത്തിലുള്ള ജോണേഴ്സിൽ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് അദ്ദേഹം. അപ്പോൾ ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷനിൽ ഒരു വില്ലൻ കഥാപാത്രം ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അത് അങ്ങനെ തന്നെയാണ് കാണുന്നത്. അത് വളരെ നല്ല മനുഷ്യനാണ്. കാര്യം അദ്ദേഹം ഒരു യുണീക്ക് മനുഷ്യനാണ്. കാര്യം അത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതുമുഖങ്ങളോട് ഒരു പ്രത്യേക ഒരു പുതുമുഖങ്ങളെ അവതരിപ്പിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അങ്ങനെ ഒരു മനസ്സ് അത് എല്ലാവർക്കും ഉള്ളതല്ല. അപ്പം അത് അദ്ദേഹം പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരികയും അവർക്കൊരു ഒരു എന്താ ഒരു ലൈം ലൈറ്റിലേക്ക് എത്തിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു വലിയ മനസ്സാണ് അദ്ദേഹത്തിൻ്റെ. അത് അധികം ആരും കണ്ടിട്ടില്ല. അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് എക്സൈറ്റഡ് മാത്രമല്ല, എനിക്ക് ആദ്യം ഒരു ഭയമായിരുന്നു. കാര്യം ഇത് ഇങ്ങനെ കുളമാവും എന്താണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഒരു ഭയവും ഉണ്ടായിരുന്നു. അടുത്ത ഇതുപോലെ ഒരു സിനിമ ചർച്ച നടക്കുന്നുണ്ട്. നല്ല ഷോർട്ട് ഫിലിമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം സമൂഹത്തിൽ നടക്കുന്ന 2 സബ്ജക്റ്റ് എടുത്തിട്ടാണ് ചന്ദ്രബാബ ചെയ്തിരിക്കുന്നത്. പിന്നെ പുതിയ കുട്ടികളെ അഭിനയിച്ചാണ്. കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പുതിയ കുട്ടികൾ വരട്ടെ, എൻ്റെ കൂടെ ഞങ്ങളും കൂടി വരണം എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. നല്ല ഫിലിമാണ്, രണ്ടും നല്ലത്. അതാ ഞാൻ പറഞ്ഞത്, രണ്ടും സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ക്യാമ്പസിൽ നടക്കുന്നതും സമൂഹത്തിൽ നടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള 2 നല്ല സബ്ജക്റ്റാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നന്ദി പറയുന്നു നമ്മുടെ സിനിമയിലെ ഡയറക്ടറുടെ ഗജേന്ദ്ര സാറ് നമുക്കൊരു അവസരം തന്നതിൽ വളരെ ഹാപ്പിയാണ്. ഇങ്ങനെ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റിയതിലും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നല്ല സന്തോഷമുണ്ട് അഭിനയം കിട്ടിയത്. അല്ലെങ്കിൽ ഒരു ചെറിയൊരു റോളാണെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റി നല്ല രീതിയിൽ. നല്ല സന്തോഷമാണ് എനിക്ക്. സത്യമായിട്ട് നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക്. എൻ്റെ അത് സ്പേസിൽ കാണാൻ പറ്റിയ വലിയ സന്തോഷമാണ്. ജനങ്ങളുടെ ഇടയിൽ തന്നെ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചൊന്നുമില്ല ഇത്രയും കാണാൻ പറ്റുമോ. എൻ്റെ ആദ്യത്തെ വർക്കാണിത് ജാമസ് പാക്കറ്റ്. പിന്നെ ഗജേന്ദ്ര സാർ പറഞ്ഞിട്ട് എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ അഭിനയം എന്താണെന്ന് പഠിക്കാൻ പറ്റി. എല്ലാവരും വളരെ സപ്പോർട്ടീവായിരുന്നു. പിന്നെ എന്ത് പറയാൻ, നമുക്ക് പറ്റുന്ന രീതിയിലൊരു ചെറിയ സിനിമയാണ്. പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ നമുക്ക് ആദ്യത്തെ ആ ഒരു പ്രശ്നം, നമ്മൾ ഒരു സിനിമ എങ്ങനെ ചെയ്യണോ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഷോർട്ട് ഫിലിമാണ്, മറ്റേ മെയിൻ മൂവിയാണ്, അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഇതിൽ ഫീൽ ചെയ്യുക. അടിപൊളി എക്സ്പീരിയൻസ്. ജനഫ്രണ്ട് നല്ല സപ്പോർട്ടുണ്ട്. ആദ്യമായിട്ട് സാറിൻ്റെ ഇതിനകത്തായിട്ടാണ്. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഇത്രയും കിട്ടിയെന്ന് നല്ലത്. ഡയറക്ടറുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എല്ലാം ബൈ ഹാർട്ടായിട്ട് പഠിച്ചിരിക്കും ഓരോ ഫ്രെയിം. ഇന്ന സ്ഥലത്ത് വച്ച് കഴിഞ്ഞാൽ ഇത്ര ഡ്യൂറേഷനുള്ള ചിത്രം എടുക്കാൻ കഴിയും എന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു രീതി. ഒരു ചിത്രകാരനായതുകൊണ്ട് എഡിറ്റ് ഗ്രാഫിക്സ് ഇങ്ങനെയുള്ള എല്ലാ മേഖലയും കൈവയ്ക്കുന്നത് കൊണ്ട് പുള്ളിക്ക് ഒരു ഷോട്ട് എത്ര മിനിറ്റ് അല്ലെങ്കിൽ എത്ര സെക്കൻഡ് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഈ ചിത്രം ഇത്രയും നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ കഴിയും. എനിക്ക് ചേട്ടൻ്റെ ഒട്ടത്ത് വർക്ക് ചെയ്യുമ്പോഴേ ക്യാമറ എങ്ങനെ ചെയ്യണം എന്നുള്ള ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാനൊരു സുഖം തോന്നും. ആ സുഖമാണ് ഈ ചിത്രം എത്രത്തോളം വിജയിക്കാൻ കഴിയും. എനിക്ക് ചേട്ടനുമായിട്ടുള്ള നല്ലൊരു ബന്ധമുണ്ട്. സ്വാതന്ത്ര്യം തമ്മിൽ. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എവിടെ പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ക്യാമറ ചെയ്യാൻ ആ ഒരു ഇന്നടുത്ത് ചെയ്യാം എന്ന് പറഞ്ഞു കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടെ ക്യാമറ സെറ്റ് ചെയ്യുമ്പോൾ പിന്നെ ആംഗിൾ എടുക്കണം, കുറച്ചുകൂടി എടുത്താൽ കൊള്ളാം, പിന്നെ ബേസ് ലോയിൽ അപ്പ് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ എടുത്താൽ കൊള്ളാം എന്ന് പറയുമ്പോൾ ആ ഷോട്ടുകൾ കൂടി ഞാൻ എടുക്കും. ആ എടുക്കുന്ന ഷോട്ടുകൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കറക്റ്റ് ചെയ്ത് വരുമ്പോൾ അതിന് ഭംഗിയും ഭാവവും എല്ലാം കൂടുമ്പോഴേ ആ ചിത്രം മനുഷ്യരുടെ മനസ്സിൽ ഒരു നല്ലൊരു ഇടം പിടിക്കും. ഒരു സുഖമുണ്ടല്ലോ ഇവിടെ ഗജേന്ദ്രൻ ചേട്ടൻ കൊണ്ടുവരും. അത് വേറെ ലെവലാണ്. അതുകൊണ്ട് കുറച്ച് അംഗീകാരങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും പുള്ളിയുടെ കൂട്ടത്ത് ഒരു സഹോദരനെ പോലെ ചെയ്യാനൊരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഞാൻ മറ്റാരടുത്തും അങ്ങനെ ചെയ്യാൻ പോകാറില്ല. പുള്ളി എന്നാണ് പുറത്തു നിന്ന് വേറെ നല്ല വർക്കുകളായി ഞാൻ ചെയ്യട്ടെ എന്ന് പറയുന്ന കാലം വരെ ഞാൻ പുള്ളിയുടെ കൂട്ടത്തിലുണ്ട്. സ്വാതന്ത്ര്യം കല എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ്. എൻ്റെ ആദ്യത്തെ നല്ലൊരു ഷോർട്ട് മൂവിയാണ് ക്യാമ്പസ് പാക്കറ്റ് എന്ന് പറയുന്നത്. നല്ലൊരു അഡ്വക്കേറ്റ് എന്ന് പറയുന്ന അനിത മേനോൻ എന്ന് പറയുന്ന നല്ലൊരു വേഷമാണ്. പക്ഷേ ഈ ഒരു ഷോർട്ട് മൂവി ചെയ്തതിന് ശേഷം എനിക്ക് സീരിയലിലൊക്കെ നല്ല അവസരം കിട്ടി. ഏഷ്യാനെറ്റിലാണെങ്കിലും സൂര്യനിലൊക്കെ നല്ലൊരു വേഷം കിട്ടി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു അഭിനയം എന്താണെന്ന് ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു ഷോർട്ട് മൂവിയിലൂടെയാണ്. എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് താങ്ക്സ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സാറിലൂടെ വർക്ക് ചെയ്തത്. നല്ലൊരു
എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തത്. എല്ലാവരും ഫ്രണ്ട്ലിയാണ്. കൂടെ അവർ എല്ലാവരും നമ്മളെല്ലാവരും നല്ലൊരു ടീമായിരുന്നു. നല്ലൊരു ഫാമിലി പോലെയായിരുന്നു. സെലക്ഷൻ ഇത് ഓരോന്നും ഓരോ സുഹൃത്തുക്കൾ എഴുതുക, അവരെഴുതുന്ന കഥകളാണ്. പിന്നെ നമ്മുടെ ഇതൊരു 2 ദിവസം 1-2 ദിവസമാണ് ഓരോ സിനിമ ചെയ്തിട്ടുള്ളത്. 2 ദിവസത്തിനപ്പുറം എടുത്തിട്ടില്ല. അപ്പം അതിൻ്റെ പരിമിതികളുണ്ട്. ഈ തിയേറ്ററിൽ നമ്മൾ അത് പ്രദർശിപ്പിക്കുമ്പോൾ ഒരു വലിയ തിയേറ്റർ, കോടികളുടെ വലിയ സിനിമകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതുപോലെ കണ്ട ഇതുമായിട്ട് മാച്ച് ചെയ്താൽ നടക്കില്ല. 1-2 ദിവസം കൊണ്ട് എല്ലാം പുതുമുഖങ്ങളാണ്. പുതുമുഖങ്ങളെ രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതിൽ അങ്ങനെ ഓരോ ആർട്ടിസ്റ്റുകളെ എത്തിക്കുന്നതാണ്. പുതിയ എഴുത്തുകാരാണ്. പിന്നെ ഇത് നന്നായിട്ടുണ്ടോയെന്ന് നിങ്ങൾ പ്രേക്ഷകരുടെ അടുത്തൊക്കെയാണ് ചോദിക്കേണ്ടത്. ഇതിൻ്റെ A to Z ഞാൻ തന്നെ ചെയ്യുന്നത്. എഡിറ്റിങ്ങും മിക്സിങ്ങും മ്യൂസിക്കും ക്യാമറയും ഒക്കെ നമ്മുടെ ശിഷ്യൻ പയ്യന്മാരൊക്കെ ചെയ്യണം. എല്ലാം A to Z ഞാൻ ചെയ്തുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നു. അവർ എനിക്ക് അറിയാവുന്ന രീതി ചെയ്യുന്നു. പക്ഷെ പലരും എഡിറ്റിംഗ് കൊണ്ട് നന്നായിട്ടുണ്ടെന്ന് പറയുന്നു. ഞാനാണ് എഡിറ്റിങ്, VFX, മ്യൂസിക്കും ഒക്കെ ഞാൻ തന്നെ ചെയ്യുന്ന എല്ലാത്തിനും. അതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ ഒരു വ്യത്യസ്തത വരുത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. മാക്സിമം ഒരു സിനിമ ഫീൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ഒരു ഷോർട്ട് ഫിലിം എന്ന് തോന്നിപ്പിക്കരുത്. അരമണിക്കൂറായാലും ഒരു സിനിമ കണ്ട പ്രതീതി തോന്നണമെന്നാണ്. പക്ഷെ പലരും ആ പ്രതീതി പറയുന്നുണ്ട്, ഒരു സിനിമ പോലെ തോന്നിച്ചു എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു സമൂഹത്തിന് ഒരു സന്ദേശമുള്ള ഒരു സ്ക്രിപ്റ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ പിന്നെ വൾഗറായിട്ട് സ്ത്രീകളെ കൂടുതൽ മോശമായിട്ട് ചിത്രീകരിക്കുകയോ അല്ലെങ്കിൽ അവരെ അവഹേളിക്കുകയോ അങ്ങനെ സ്ക്രിപ്റ്റുകളൊന്നും ചെയ്യാറില്ല. ഏതായാലും അവരൊരു മെസ്സേജ്, ഇപ്പം അതിൽ മയക്കുമരുന്നും മദ്യത്തിലൊക്കെ അടിമയാവണ കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ ചിത്രീകരിക്കും. അവർക്ക് പറ്റുന്ന ഒരു കയ്യവത്തോ അതിലൂടെ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഒരു സിനിമ. അത് ഈ 2 സിനിമയും സ്ത്രീജനങ്ങൾക്ക് പ്രാധാന്യമാണ്. സാധാരണ സ്ത്രീജനങ്ങളെ ഹീറോ ആയിക്കൊണ്ട് സിനിമയിൽ തുടങ്ങണം. പണ്ടൊക്കെ നസീറിൻ്റെ കാലത്തൊക്കെ സ്ത്രീകൾക്ക് പ്രാധാന്യം. ഇതിൽ സ്ത്രീകളാണ് ഹീറോ, നായകനില്ല, നായിക മാത്രമേ ഉള്ളൂ. 2 സിനിമയും സ്ത്രീപക്ഷ സിനിമയാണ്. മറ്റത് ഒരു സ്ത്രീയോട് കാണിച്ച കൊടും ക്രൂരത കുറച്ച് വയലൻസ് ആയോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു വയലൻസ് ആദ്യമായിട്ട് ഒന്ന് ചിത്രീകരിച്ച് നോക്കിയതാണ്. ആരും കുറച്ച് വലിയ അപാകത പറഞ്ഞില്ല. ഒരു സ്ത്രീയോട് മര്യാദ, അവൾ ഒരു നീലിയായി മാറും എന്നുള്ളതാണ്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അമ്മയാണ്, സ്നേഹമാണ്, സമുദ്രമാണ്, സാഗരമാണെന്നൊക്കെയാണ്. അതുപോലെ ഒരു എന്താ പറയുക, ദുർഗയുടെ ഒരു പ്രതിനിധിയായിട്ടാണ് അവളെ ഞാൻ അവതരിപ്പിക്കുക. എത്ര കണക്കിന് അത് എടുത്തോന്ന് എനിക്കറിയില്ല. ഞാൻ പുള്ളിക്കാരൻ ഗിരീന്ദ്രബാബ സാറിനോട് 2-3 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു വ്യത്യാസമായിട്ടുള്ളൊരു വർക്കാണ് നമ്മുടെ നീലിയും അതേപോലെ ക്യാമ്പസ് റാക്കറ്റ് രണ്ടും വ്യത്യാസമായാണ്. അപ്പം നിങ്ങളാണ് ഇനി അഭിപ്രായം എല്ലാവരും പറയേണ്ടത്. നിങ്ങളാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടത്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ 2 പടങ്ങൾ വിജയിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അത് ചെയ്യുന്നത് ഓരോ വർക്കും ഓരോ രീതിയാണ്. നമ്മൾ ഇപ്പോൾ ഒരു പടം കാണുന്ന പോലെ ആയിരിക്കും അടുത്ത പടം വരുന്നത്. അതിൻ്റെ നിങ്ങൾ എന്നെ കണ്ടല്ലോ, നീലി ഓരോ ക്യാരക്ടറും നമ്മളിപ്പോൾ വരുന്ന ഈ ഒരു ക്യാമ്പസ് അതിലും ഒരു വ്യത്യാസമായിട്ടുള്ളതാണ്. സാറിൻ്റെ പടങ്ങൾ ഓൾറെഡി അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇനിയും ഇതേപോലെ തന്നെ സാറ് മുന്നോട്ട് പോട്ടെ എന്ന് നമ്മൾ വിജയിക്കുന്നു.